നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ കുന്നിടിഞ്ഞു വീണു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ രക്തസ്രാവം മൂലം 16 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഗർഭമലസിപ്പിക്കാൻ അശാസ്ത്രീയമായി മരുന്ന് നൽകിയതാണ് രക്തസ്രാവത്തിന് കാരണമെന്നാണ് നിഗമനം. ലോക മാതൃദിനത്തിൽ തൃക്കരിപ്പൂർ ഈയക്കാട് സായി പ്രേമ കുടീരത്തിലെ അമ്മമാരെ ഒരുമിച്ച് ചേർത്ത് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1973 SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് സമാപനം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വ്യത്യസ്തമാകുന്ന രീതിയിൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി രതീഷ് കൂട്ടായ്മ. സ്കൂളുകളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയത്. മിനി ഇൻഡസ്ട്രിയൽ ലേബർ യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12-13 വാർഡ് കമ്മിറ്റി കാലിച്ചാനടുക്കം മണ്ഡലം മഹാത്മാ കുടുംബ സംഗമം നടന്നു. പി ബാലചന്ദ്രൻ പുഷ്പഗിരി നഗറിൽ വെച്ചാണ് സംഗമം നടന്നത്. വാർത്തകൾ വിശദമായി. ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ കുന്നിടിഞ്ഞു വീണു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കൊൽക്കത്ത മൊത്തീനയിലെ മുതാംജ്മീറാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് 3 പേരും. കൊൽക്കത്ത സ്വദേശികളായ മുന്നാൽ ലാൽസർ, മോഹൻ തേജർ എന്നിവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ 10:20ഓടെ പഴയ ദേശീയപാതയെ പുതിയ പാതയുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന്റെ സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്ന ഭാഗത്തെ ചരൽ മൺതിട്ട തകർന്ന് താഴെ കമ്പികെട്ടി ഉറപ്പിക്കുന്ന തൊഴിലാളികൾക്ക് മേൽ പതിക്കുകയായിരുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പോലീസും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ചരൽക്കൂനയ്ക്കുള്ളിൽ കുടുങ്ങിയവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു തൊഴിലാളി മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. അപകടത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും സംസാരിച്ച മന്ത്രി അന്വേഷണം നടത്താൻ പോലീസിനോട് നിർദ്ദേശം നൽകി. സ്ഥലം സന്ദർശിക്കുന്നതിന് ജില്ലാ കളക്ടറോടും മന്ത്രി നിർദ്ദേശിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ കാര്യംകോട് മുതൽ ചെറുവത്തൂർ മട്ടലായി വരെ ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ. അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതാണ് ഇവിടത്തെ അപകട ഭീഷണി ഉയർത്തുന്നത്. ചെറുവത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ദേശീയപാതയിലെ 2 ഇടങ്ങളിലാണ് കുന്നുകളിടിച്ച് പാത നവീകരണം നടത്തിവരുന്നത്. വീരമലക്കുന്നിന്റെ താഴ്വാരത്തെ ഏതാണ്ട് 3/4 കിലോമീറ്റർ നീളത്തിലാണ് കുന്നിടിച്ച് പുതിയ പാത നിർമ്മാണം നടന്നുവരുന്നത്. തൊട്ടടുത്ത ഞാണങ്കൈ മട്ടലായി കുന്നിന്റെ താഴ്വാരത്താകട്ടെ 200 മീറ്റർ നീളത്തിലാണ് നവീകരണം നടത്തുന്നത്. ദേശീയപാത ദിശ മാറ്റിയ വേളയിൽ തന്നെ നാട്ടുകാർ 2 പ്രദേശങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും തൃപ്തികരമായ ഇടപെടൽ നടന്നില്ലെന്ന ആക്ഷേപമുണ്ട്. കുന്നിടിച്ച് തട്ടുകളായി തിരിച്ച് സിമന്റ് തേച്ച് ഉറപ്പിക്കുന്ന രീതിയാണ് നടത്തിയിട്ടുള്ളത്. താഴെ സ്റ്റീൽ ഉപയോഗിച്ച് കമ്പികൾ കുഴിയിൽ നിർത്തി കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാ ഭിത്തി കെട്ടിയുറപ്പിക്കുകയാണ് ചെയ്തുവരുന്നത്. താഴെ തൊഴിലെടുക്കുന്നവർക്ക് മുകളിലേക്ക് തരം തിരിച്ച തട്ടിന്റെ ഉൾഭാഗം തകർന്നു വീണാണ് തിങ്കളാഴ്ച രാവിലെ അപകടമുണ്ടായത്. 2 ദിവസവും ചെറുതായി രാത്രി പെയ്ത മഴവെള്ളം ഒലിച്ചിറങ്ങിയത് ഉറച്ച ചരൽ തട്ട് തകർന്നു വീഴാൻ കാരണമായെന്നാണ് കരുതുന്നത്. തൊട്ടടുത്ത ഭാഗങ്ങളിൽ മൺതിട്ട വിണ്ടുകീറി നിൽക്കുന്നത് ഇത് ഉറപ്പിക്കുന്ന തരത്തിലാണ്. ദേശീയപാത നിർമ്മാണം നടന്നുവരവെ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കനത്ത മഴയിൽ ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് പാതയിലേക്ക് പാറക്കല്ലുകളും ചരൽക്കൂനയിൽ വെള്ളപ്പാച്ചിലുമുണ്ടായതോടെ അശാസ്ത്രീയമായ കുന്നിടിക്കലിൽ നിർമ്മാണ കരാർ കമ്പനി പിഴയെടുക്കേണ്ടി വന്നിരുന്നു.
ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഒന്നടങ്കം ചെറുവത്തൂരിലെത്തുകയും ദിവസങ്ങളോളം ദേശീയപാത അടച്ചിടുകയും ചെയ്തിരുന്നു. മറ്റൊരു മഴക്കാലം തുടങ്ങും മുമ്പ് ഞാണങ്കൈ മട്ടലായി കുന്നിടിഞ്ഞ് കരുത്തൊഴിലാളി മരിക്കാനും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കാനും ഇടയായ സംഭവത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിലും സുരക്ഷ ഉറപ്പുവരുത്തിയും മാത്രമേ നടത്താവൂ എന്ന അഭിപ്രായം ശക്തമാണ്. അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ഥലം സന്ദർശിച്ചു. എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് അവിടുത്തെ അപകടാവസ്ഥ. അവിടെ സർവീസ് റോഡ് ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ഒരിക്കലും സുരക്ഷിതമായ ഒരു സർവീസ് റോഡ് അതുവഴി ഉണ്ടാക്കാൻ കഴിയില്ല. മട്ടലായിക്കുന്നിൽ ഉയരം കൂടിയ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും യാത്ര പോകുമ്പോൾ വാഹനത്തിൻ്റെ ആളുകളുടെ മുകളിലേക്ക് ചെരിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി അതിൻ്റെ ഹൈറ്റ് കുറക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കുക. അത് മാത്രമല്ല, ആ കുന്നിൻ്റെ മുകളിലാണ് 3 പീസ് ലൈൻ പോലും കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് കുറക്കുക. ഹൈറ്റ് കുറച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ സർവീസ് റോഡ് ആവശ്യമായ സ്ഥലം ആവശ്യമായ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ സർവീസ് റോഡ് ആരംഭിക്കാൻ പറ്റുള്ളൂ. അതേസമയം ശാസ്ത്രീയമായും സാങ്കേതികമായും നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ മാത്രമേ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയുള്ളൂവെന്നും അപകടം സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ സുരക്ഷാ ഓഫീസർ അബ്ദുൾ നിസാർ പറഞ്ഞു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ രക്തസ്രാവം മൂലം വെള്ളരിക്കുണ്ട് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 16 വയസ്സുകാരിക്ക് ഇന്നലെയാണ് അമിത രക്തസ്രാവമുണ്ടായത്. ഉടൻ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിതി വഷളായതിനെ തുടർന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു. പെൺകുട്ടി ഗർഭിണിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗർഭം അലസിപ്പിക്കുന്നതിനായി കുട്ടിക്ക് അശാസ്ത്രീയമായി മരുന്ന് നൽകിയതായി ആരോപണമുണ്ട്. ഇതിനെ തുടർന്നാണ് അമിത രക്തസ്രാവം ഉണ്ടായതെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ. വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. +1 വിദ്യാർത്ഥിയാണ് പെൺകുട്ടി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. ലോക മാതൃദിനത്തിൽ തൃക്കരിപ്പൂർ ഈയക്കോട് സായി പ്രേമ കുടീരത്തിലെ അമ്മമാരെ ഒരുമിച്ച് ചേർത്ത് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1973 SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ. അമ്മമാർക്കൊപ്പം പാട്ടുപാടിയും മാജിക് അവതരിപ്പിച്ചും സദ്യയുണ്ടും SSLC ബാച്ചിലെ 40ഓളം പേരാണ് മാതൃദിനം നിറമുള്ളതാക്കിയത്. അമ്മമാർ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളെ കാണപ്പെടുന്ന ദൈവങ്ങളായി കരുതണമെന്നും അവരെ പരിചരിക്കുക എന്നത് പുണ്യമാണെന്നുമുള്ള തിരിച്ചറിവിലാണ് 65 വയസ്സ് പിന്നിട്ടവർ ഉൾക്കൊള്ളുന്ന SLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ മാതൃദിനാചരണത്തിനെത്തിയത്. അമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉപഹാരങ്ങൾ കൈമാറി. അമ്മമാരെ പരിചരിക്കുന്ന സായി പ്രേമ കുടീരത്തിന്റെ ഭാരവാഹികൾക്ക് SLC ബാച്ചിന്റെ ധനസഹായവും കൈമാറി. 10ാം തരം പരീക്ഷ കഴിഞ്ഞ് 50 വർഷം പിന്നിട്ടാണ് 2 വർഷം മുൻപ് ബാച്ച് രൂപീകരിച്ചത്. ഈയക്കാട് സായി പ്രേമ കുടീരത്തിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മാതൃദിനം ആചരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചാരിറ്റി പ്രവർത്തനമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇബാദത്തായി, ഒരു സേവനമായി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന സായി സംഘടനയും അതോടൊപ്പം ഇത്തരം പ്രവർത്തനത്തെ നേരിട്ട് നോക്കിക്കാണാനും അത് മനസ്സിലാക്കാനും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനായി സമയം കണ്ടെത്തിയ എൻ്റെ മുതിർന്ന ജ്യേഷ്ഠന്മാരോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ചടങ്ങിൽ പ്രസിഡന്റ് K പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, CH സെന്റർ ചെയർമാൻ MAC കുഞ്ഞബ്ദുള്ള ഹാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ R സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗം KV രാധ, സായി പ്രേമകുടീരം സെക്രട്ടറി K ജനാർദ്ദനൻ, SLC ബാച്ച് സെക്രട്ടറി KP ജയചന്ദ്രൻ, VP ഹരിദാസ് എന്നിവർ സംസാരിച്ചു. KBR കണ്ണൻ മാജിക് അവതരിപ്പിച്ചു. ME ശുഭലത ഗാനം ആലപിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കണമെന്ന് സമ്മേളന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വികസനത്തിനായി മാറ്റിവെച്ച തുകയിൽ 500 കോടി രൂപ വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കുക, സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അനുവദിക്കുന്ന വീടിനുള്ള തുക 10 ലക്ഷമാക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് CK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ SC/ST EPWO എന്ന സംഘടന രജിസ്റ്റർ ചെയ്തു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ടുള്ളവരും സർവീസിൽ നിന്നും വിരമിച്ചിട്ടുള്ള സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന പ്രതിമാസം കൃത്യമായിട്ട് ഓണറേറിയം കൈപ്പറ്റുന്ന ഏതൊരു അംഗത്തിനും ഇതിലേക്ക് അംഗമായി ചേർത്തുകൊണ്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന 2019 സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MN ആനന്ദൻ, പ്രബീഷ് ദാസ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി CK ചന്ദ്രനെ പ്രസിഡന്റായും, കാവ്യ കല്ലാൻതട്ടയെ വൈസ് പ്രസിഡന്റായും, രാജൻ പാപ്പാളിയെ ജനറൽ സെക്രട്ടറിയായും, പ്രൊഫസർ PK ഗോപിനാഥനെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും, ഹരിശ്ചന്ദ്രൻ കാഞ്ഞങ്ങാടിനെയും S. ജയപ്രകാശിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായും, MN ആനന്ദനെ ഖജാൻജിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യത്യസ്തമാകുന്ന രീതിയിൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി രതീഷ് കൂട്ടായ്മ. സ്കൂളുകളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയത്. രതീഷ് എന്ന പേരുള്ള ആളുകളുടെ കൂട്ടായ്മ RSK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കഴിഞ്ഞ 4 വർഷക്കാലമായി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന രതീഷ് കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. വ്യത്യസ്തമായ രീതിയിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. സ്കൂളുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കിഴക്കുംകര, മുച്ചിലോട്ട്, രാംനഗർ, വാഴക്കോട്ട്, പരവനടുക്കം, മുച്ചിലോട്ട് സ്കൂളിൽ PTA പ്രസിഡന്റ് രാജീവൻ മണലിൽ തെങ്ങിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ HM അനിത, PTA അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. രാംനഗർ സ്കൂളിൽ PTA പ്രസിഡന്റ് രവീന്ദ്രൻ മാവുകാൽ, വാഴക്കോട് സ്കൂളിൽ പ്രസിഡന്റ് K. ബിജു എന്നിവർ തൈകൾ ഏറ്റുവാങ്ങി. തുടർന്ന് തൈകൾ നട്ടുകൊണ്ടാണ് പുതിയ വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിന്റെ ഭാഗമായി നമ്മളിന്ന് വൃക്ഷത്തൈകൾ നടലുണ്ടായി. കിഴക്കങ്കര സ്കൂളിൽ തെങ്ങിൻ തൈ നട്ടു. തുടർന്ന് 3 സ്കൂളുകളിലേക്ക് പ്ലാവ് തൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഭാഗമായി ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. ഇവിടെ വന്ന് നമ്മുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനാരോഹണം കഴിഞ്ഞു. ഇനിയിപ്പോൾ മുമ്പോട്ട് നമ്മുടെ കൂട്ടായ്മ എങ്ങനെ കൊണ്ടുപോകണം എന്നതിൻ്റെ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളും നടത്താനുണ്ട്. നെല്ല്, ചെണ്ടുമല്ലി തുടങ്ങിയ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, സന്നദ്ധ രക്തദാനം, നിർധന കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, TV ചാനലുകളിലെ സാന്നിധ്യം തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ജില്ലയിലെ 200ഓളം അംഗങ്ങളുള്ള രതീഷ് കൂട്ടായ്മ. പ്രസിഡന്റ് രതീഷ് കാലിക്കടവ്, വൈസ് പ്രസിഡന്റ് രതീഷ് പിരിക്കുളം, സെക്രട്ടറി രതീഷ് പരവനടുക്കം, ജോയിന്റ് സെക്രട്ടറി രതീഷ് മേനിക്കോട്ട്, ട്രഷറർ രതീഷ് വാഴക്കോട് എന്നിവരും വനിതാ വിഭാഗം ഭാരവാഹികളും സ്ഥാനം ഏറ്റെടുത്തു. മുൻ പ്രസിഡന്റ് രതീഷ് ആവണി അധ്യക്ഷനായി. സെക്രട്ടറി രതീഷ് മേനിക്കോട്ട് സ്വാഗതവും ട്രഷറർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിനി ഇൻഡസ്ട്രിയൽ ലേബർ യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ CITU ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് 400 സീറ്റ് അധികാരത്തിൽ വരും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ രാജ്യത്താകമാനം പ്രചരണം നടത്തിയപ്പോൾ നിലവിലുള്ള 303 സീറ്റിൽ നിന്ന് 240 സീറ്റായി കുറയുന്ന സാഹചര്യം ഉണ്ടായത്. കയ്യിലുള്ള 63 സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് BJPക്ക് ഉണ്ടായത്. വെറുതെ നഷ്ടപ്പെട്ടതല്ല.
നമ്മളൊക്കെ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. രാജ്യത്താകമാനം കൃഷിക്കാരും തൊഴിലാളികളും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ്. ജനങ്ങളെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറായി. പ്രസിഡന്റ് എം ഷീബ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ടി ബാബു കോടോത്ത്, പി സിന്ധു, ആർ സുനിതകുമാരി, വി ഓമനാബാനം, MV ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12-13 വാർഡ് കമ്മിറ്റി കാലിച്ചാനടുക്കം മണ്ഡലം മഹാത്മാ കുടുംബ സംഗമം നടന്നു. പി ബാലചന്ദ്രൻ പുഷ്പഗിരി നഗറിൽ വെച്ചാണ് സംഗമം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12-13 വാർഡ് കമ്മിറ്റി കാലിച്ചാനടുക്കം മണ്ഡലം മഹാത്മാ കുടുംബ സംഗമം പി ബാലചന്ദ്രൻ പുഷ്പഗിരി നഗറിൽ വെച്ചാണ് നടന്നത്. കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിന് ഒരു പേര് കൂടി അഡീഷണൽ ആയിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി കുടുംബസംഘം എന്നാണ് ഈ കുടുംബസംഗമം നമ്മൾ പേരിട്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി കുടുംബസംഘം എന്ന് പേരിടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. M ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, മാധ്യമപ്രവർത്തകൻ സിജോ P ജോസഫ്, മണ്ഡലം പ്രസിഡന്റ് മാണിയൂർ ബാലകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ KK യൂസഫ്, ബാബു മാണിയൂർ, പാച്ചേരി കൃഷ്ണൻ, മണ്ഡലം ഭാരവാഹികളായ ബേബി പുതുപ്പറമ്പിൽ, ബേബി MJ, സുരേഷ് വളപ്പാടി, KSU ജില്ലാ ജനറൽ സെക്രട്ടറി ആശിഷ് അടുക്കം, യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം സെക്രട്ടറി രാഹുൽ നർക്കല, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കമണി C, രാജകുമാരൻ നായർ, സോണിയ ജോസഫ്, മധു മൂപ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടുക്കം. വ്യത്യസ്ത ഭവന പദ്ധതികളിൽ നിർമ്മാണം ആരംഭിച്ച് പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നിരവധി വീടുകൾ പൂർത്തീകരിക്കാൻ സഹായം നൽകി സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ്. വിവിധ ഘട്ടത്തിലുള്ള വീടുകളുടെ പൂർത്തീകരണം യാഥാർത്ഥ്യമാക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയുടെ ഇടപെടലിലാണ് സഹായ വിതരണം നടന്നത്. PMAY പദ്ധതിയിലും ലൈഫ് ഭവന പദ്ധതിയിലും വീട് നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങളായി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന 11 വീടുകൾ പൂർത്തിയാക്കാനുള്ള സഹായമാണ് ജനപ്രതിനിധിയുടെ ഇടപെടലിൽ നൽകിയത്. കിടപ്പാടം പൂർത്തിയാക്കാനാവാതെയും വാടക വീടുകളിലും കുടിലുകളിലും കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾക്ക് മഴയ്ക്ക് മുൻപ് താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത്. തേപ്പ്, നിലം ടൈൽ പകൽ, ടോയ്ലറ്റുകളുടെ നിർമ്മാണം, വാതിലുകളും ജനലുകളും, വയറിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകിയത്. 4 ലക്ഷം രൂപ. അപ്പോൾ 4 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ബന്ധുക്കളും ആളുകളും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാലേ ആ വീട് പരിപൂർണതയിലെത്തും. ഇത് പല വീടുകളും യഥാർത്ഥത്തിൽ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അവർ താമസിക്കുന്നത് തേപ്പ് വെച്ചിട്ടുണ്ടാവില്ല. നമ്പർ കൊടുത്തതിനാൽ പ്രശ്നം കഴിച്ച് നമ്മുടെ പണി തീർന്നു. നമ്പർ കൊടുക്കുന്നവരെയുള്ള പ്രശ്നം, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർന്നു. തേപ്പ് വെച്ചിട്ടുണ്ടാവില്ല, ബാത്റൂമിൽ സിമെൻറ്റ് മാത്രം ഇട്ടുണ്ടാവും, ടൈൽസ് വെച്ചിട്ടുണ്ടാവില്ല, ജനൽപ്പാടി ഒരു റൂമിൽ കൂടിയിട്ടുണ്ടാവും, വേറെ കൂടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ഈ KMCക്കാരോട് അടക്കം പറയുന്നത് ഏറ്റവും വലിയ ഗുണമായിരിക്കുന്നു ലൈഫ് ഭവന പദ്ധതി മുഖേന ആനുകൂല്യം കിട്ടിയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമുക്കാക്കിയാൽ അത് വളരെ ഗുണകരമായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ട്രസ്റ്റിന്റെ പ്രതിനിധികൾ പണി പൂർത്തീകരിക്കാത്ത വീടുകളിൽ ചെന്ന് അവരുടെ സാമ്പത്തിക നില കൂടി മനസ്സിലാക്കിയാണ് ബാക്കി പണികൾ തീർക്കുവാൻ വേണ്ടിവരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. 11 വീടുകൾക്കായി 15 ലക്ഷം രൂപയാണ് നൽകുന്നത്. ശരാശരി 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ വിവിധ കുടുംബങ്ങൾക്ക് വീട് പൂർത്തീകരണത്തിന് ലഭിക്കും. ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ എഞ്ചിനീയർ N സലാഹുദ്ദീൻ സഹായം അനുവദിച്ചുകൊണ്ടുള്ള കത്ത് തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയ്ക്ക് ട്രസ്റ്റി കൂടിയായ മകൻ സഫ്വാൻ സലാഹുദ്ദീൻ കൈമാറി. യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, C ചന്ദ്രമതി, രജീഷ, KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MTP അബ്ദുൾ കരീം, M അബ്ദുൾ ഖാദർ, NP ഹാരിസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ ബോഡി യോഗം നടന്നു. SN കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം നടന്നത്.
ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ ബോഡി യോഗം നടന്നു. പെരിയ SN കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. അതിനുശേഷം 2 വർഷം മുമ്പ് നമ്മൾ 74,500 രൂപയിൽ നമ്മുടെ മുമ്പോട്ടുള്ള തെങ്ങിന് തോട്ടം 1 ഏക്കർ 10 സെന്റ് ദൂരമാണ്. അങ്ങനെ 8 ഏക്കർ ചില്ലാണ് സ്ഥലം. റിപ്പോർട്ടുണ്ടാവും നമ്മുടെ സ്ഥലത്തിന്റെ വിസ്തീർണമാണ്. 8 ഏക്കർ ചില്ലാണ് സ്ഥലം നമ്മുടെ കൈവശം. പക്ഷേ ഇപ്പോൾ നമ്മൾ തുടങ്ങിയതിന്റെ 3 ഇരട്ടി ചുരുങ്ങിയതിലാണ് നമുക്ക് സാധ്യത. ഇത് 1.5 ലക്ഷം രൂപയോളം ഈ മേഖലയിൽ നടക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യാനി പഠിച്ചുകൊണ്ട് വായിച്ച സ്ഥലത്ത് 2 ലക്ഷം രൂപ കിട്ടുന്നതാണ് ഞാൻ അറിയാൻ. ജനറൽ സെക്രട്ടറി ഡോക്ടർ KV ശശിധരൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഐശ്വര്യകുമാരൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. കാഞ്ഞങ്ങാട്ട് പുതുതായി എഡ്യൂര സ്റ്റഡി എബ്രോഡ് ഏജൻസി ആരംഭിച്ചു. കാഞ്ഞങ്ങാട്ട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഗിരിജ കോംപ്ലക്സിലെ 3-ാം നിലയിലാണ് പുതിയതായി എഡ്യൂര സ്റ്റഡി എബ്രോഡ് ഏജൻസി പ്രവർത്തനം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഗിരിജ കോംപ്ലക്സിലെ 3-ാം നിലയിലാണ് പുതുതായി എഡ്യൂര സ്റ്റഡി എബ്രോഡ് ഏജൻസി ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്കുള്ള പഠനാവസരങ്ങൾ ഒരുക്കുകയാണ് ഈ ഏജൻസിയുടെ ലക്ഷ്യം. സിംഗപ്പൂർ, മലേഷ്യ, UK, ജോർജിയ, മൗറീഷ്യസ്, സ്ലോവാക്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലേക്കുള്ള സ്റ്റുഡന്റ് വിസ സേവനങ്ങൾ ഏജൻസി വഴി ലഭ്യമാണ്. എല്ലാ നടപടികളും ഏജൻസി നേരിട്ടാണ് നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കായി ലോൺ സഹായവും ഏജൻസി ഒരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8921340400 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ പുതിയകണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. പുതിയകണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. തറവാട് കാരണവർ ചന്ദ്രബാബു മേലടുക്കത്തിന്റെ നേതൃത്വത്തിൽ തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ, സുനിൽകുമാർ, ഭാസ്കരൻ, ശിവൻ, ഭവാനി തുടങ്ങിയവർ കലവറ സമർപ്പിച്ചു. അടിയാർക്കാവ് മാതൃസമിതിയുടെയും അതിയാമ്പൂർ വനിതാ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലും കലവറ സമർപ്പണം നടന്നു. മാതൃസമിതി ഭാരവാഹികളായ കൃപാഭരതൻ, സ്വപ്ന കുമാരൻ, വത്സല, രമണി, ശോഭ, രാധിക, സജിത, രേണുക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് സമ്മേളനത്തിന് സമാപനമായി. ദീപശിഖ പ്രയാണം, കൊടിമര ജാഥ, പതാക ജാഥയും നടന്നു. പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് സമ്പൂർണ്ണ സമ്മേളനത്തിന്റെ ഭാഗമായി ദീപശിഖ പ്രയാണം സ്വതന്ത്ര സമര സേനാനി പാക്കം അടുക്കടക്കം കൃഷ്ണൻ നായരുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ജാഥ ലീഡർ ശശിധരൻ ഏച്ചിക്കാട്ടിന് KPCC സെക്രട്ടറി M. ഹസൈനാർ കൈമാറി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചത്. അന്ന് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട കുമാരൻ പൂച്ചക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയപ്പോൾ അന്നത്തെ DCC ജനറൽ സെക്രട്ടറി ശ്രീ തച്ചങ്ങാട് ബാലകൃഷ്ണൻ മുൻകൈ എടുത്തുകൊണ്ട് വിപുലമായ കുടുംബ യോഗങ്ങൾ നടത്തുകയും അത് കഴിഞ്ഞ് പള്ളിക്കരയിൽ ഇതുപോലെ വലിയ റാലിയും സമ്മേളനം നടത്തിയത് ഞാൻ ഓർമ്മിക്കുന്നു. ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഹക്കീം കുന്നിൽ, നേതാക്കളായ PK അമ്പാടി, രത്നാകരൻ നമ്പ്യാർ, VT രമേശൻ, ജയശ്രീ മാധവൻ, K. രാമചന്ദ്രൻ നായർ, M. രാധാകൃഷ്ണൻ നമ്പ്യാർ, T. അശോകൻ നായർ, ജീന ചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കുഞ്ഞിവീട് തറവാട് കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. തറവാട്ടിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. കാഞ്ഞങ്ങാട് കുഞ്ഞിവീട് തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് കുഞ്ഞിവീട് തറവാട്ടിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. ശിവഗിരി മഠം സ്വാമിജി പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു. പിതൃസ്ഥാനികളുടെ ആ ഒരു മഹത്വം മനസ്സിലാക്കാതെ പോവുകയും അവരെ അനുസരിക്കാത്ത ഒരു
കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ നോക്കണം. മാതൃദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഒരു ദിവസമാണ്. വാർഡ് കൗൺസിലർമാരായ കെ പ്രഭാവതി, കെ വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തറവാട് സെക്രട്ടറി രാഘവൻ മടിക്കെ സ്വാഗതം പറഞ്ഞു. വി രാജൻ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗം കെ വി ദാമോദരൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കാഞ്ഞങ്ങാട് പുഷ്പ പ്രഭാകരന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയും തറവാട്ടംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാച്ചിപ്പള്ളി MVS ലൈബ്രറി ബാലവേദി കുട്ടികൾക്കായി വായനാക്കളരി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പനത്തടി വയോജന കേന്ദ്രത്തിൽ വെച്ചാണ് വയോജനങ്ങളോടൊപ്പം ക്യാമ്പ് നടത്തിയത്. മാച്ചിപ്പള്ളി MVS ലൈബ്രറി ബാലവേദി കുട്ടികൾക്കായി വായനാക്കളരി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പനത്തടി വയോജന കേന്ദ്രത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു. നല്ല വഴികൾ കാണിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ, പ്രത്യേകിച്ചും അവർക്ക് നല്ല വായനയും സമൂഹത്തിലെ നല്ല പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും, പ്രത്യേകിച്ച് സ്കൂളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിലെ പഠിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാർഡ് മെമ്പർ സജിനി മോൾ, കെ പത്മനാഭൻ, ജയശ്രീ രാജേഷ്, ശ്രീകുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MP സുരേഷ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അനില വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഹർഷിത ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാച്ചിപ്പള്ളി. ചേലക്കോടൻ തറവാട് അഞ്ചനമുക്കൂട് പുനഃപ്രതിഷ്ഠയും തെയ്യംകെട്ട് മഹോത്സവത്തിനും ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ചേലക്കോടൻ തറവാട് അഞ്ചനമുക്കൂട് പുനഃപ്രതിഷ്ഠയും തെയ്യംകെട്ട് മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി കുറത്തിയമ്മ, ബീരൻ തെയ്യം, കരിഞ്ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്, കുടുംബത്ത് പഞ്ചുരുളിയുടെ പുറപ്പാട്, കാപ്പാളത്തിയമ്മ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ കുന്നിടിഞ്ഞു വീണു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ രക്തസ്രാവം മൂലം 16 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഗർഭമലസിപ്പിക്കാൻ അശാസ്ത്രീയമായി മരുന്ന് നൽകിയതാണ് രക്തസ്രാവത്തിന് കാരണമെന്നാണ് നിഗമനം. ലോക മാതൃദിനത്തിൽ തൃക്കരിപ്പൂർ ഈയക്കാട് സായി പ്രേമ കുടീരത്തിലെ അമ്മമാരെ ഒരുമിച്ച് ചേർത്ത് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1973 SSLC ഗോൾഡൻ ജൂബിലി ബാച്ച് അംഗങ്ങൾ. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് സമാപനം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വ്യത്യസ്തമാകുന്ന രീതിയിൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി രതീഷ് കൂട്ടായ്മ. സ്കൂളുകളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയത്. മിനി ഇൻഡസ്ട്രിയൽ ലേബർ യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12-13 വാർഡ് കമ്മിറ്റി കാലിച്ചാനടുക്കം മണ്ഡലം മഹാത്മാ കുടുംബ സംഗമം നടന്നു. പി ബാലചന്ദ്രൻ പുഷ്പഗിരി നഗറിൽ വെച്ചാണ് സംഗമം നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.